നമ്മളൊരു യാത്രയിലാണ് അല്ലെ? ഒരു യാത്രയാണ്. മിറാക്കിൾ മോർണിംഗ് ട്രാവൽ അല്ലെ? ഒരു യാത്രയാണിത്. മിറാക്കിൾ മോർണിംഗ് ട്രാവൽ. ഗുഡ് മോർണിംഗ്. ഈ യാത്രയിലാണ് നമ്മളുള്ളത്. യാത്രയിൽ ഇതിൽ അത്ഭുതങ്ങൾ സംഭവിക്കണ്ടേ നിങ്ങൾക്ക്? അത്ഭുതങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും. വരുമ്പോൾ നിങ്ങൾ എന്റെ ജീവിതത്തില് ഇനി അതെല്ലാം നേടി, അതുകൊണ്ട് ഇനി യാത്ര നിർത്തിയേക്കാം എന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാ അത്ഭുതങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അപ്പൊ അത്ഭുതങ്ങൾ കിട്ടിയതുകൊണ്ട് ഇനി നിർത്തിയേക്കാന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് ഇന്ന് എങ്ങനെയാണ് ജീവിതത്തിൽ ഡെയിലി അത്ഭുതങ്ങൾ ഉണ്ടാകുക? ഡെയിലി അത്ഭുതങ്ങളുള്ള ആൾക്കാരുണ്ടോ? എല്ലാ പ്രശ്നങ്ങളും യെസ്, എല്ലാ പ്രശ്നങ്ങളും ഉള്ളപ്പോൾ ഡെയിലി ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും മിറാക്കിൾസ് ലൈഫിൽ സംഭവിച്ചാലോ നല്ല രസമായിരിക്കൂലേ? അല്ലേ? എല്ലാ ദിവസവും ജീവിതത്തിൽ എല്ലാ ദിവസവും ഭയങ്കര ഭയങ്കര കളർഫുൾ, ഭയങ്കര എല്ലാം വണ്ടേഴ്സ്, വണ്ടേഴ്സ്. അത്ഭുതങ്ങൾ സംഭവിക്കണം എല്ലാ ദിവസവും. അപ്പൊ നമ്മള് ഇവിടെ സംസാരിക്കുന്ന കാര്യം, നമ്മുടെ ഈ ഈ ഈ ഒരു ക്ലാസ് വളരെ വ്യത്യസ്തമാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ പോയി ഇരിക്കുന്നത് പോലെ ഇവിടെ വന്നിരിക്കരുത്. ഇത് നമ്മൾ കാണാത്ത ഒരു ലോകത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാണാത്ത കാഴ്ചകളിലേക്കുള്ള യാത്രയാണ്. കാണാത്ത കാഴ്ചകളിലേക്കുള്ള ഫീലിംഗ്. ഇത് ക്ലാസ് മാത്രമല്ല, ഓരോ ക്ലാസ്സുകളും ഓരോ സംസാരവും ഒരു ഫീലിംഗ് ആണ്. സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. എന്നാൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഫെമിലിയറുമാണ്. നിങ്ങൾ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ കാണാത്ത കാഴ്ചകളെ കാണിച്ചു തരിക എന്നുള്ളതാണ് ഒരു ഗുരുനാഥന്റെ കടമ എന്ന് ഞാൻ വിശ്വസിക്കും. ഡെയിലി ഡിഫറെന്റ് ഫീലിങ്സ്, എല്ലാ ദിവസവും വ്യത്യസ്തമായ അനുഭവം, വ്യത്യസ്തമായ കാഴ്ചകൾ. അപ്പൊ ഈ കാണാത്ത കാഴ്ചകളിലെ യാത്രക്കാരെ, സഹയാത്രികരെ എന്ന് നമുക്ക് വിളിക്കാം. ഇന്ന് ഈ ആധുനിക ലോകത്ത് മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു. അപ്പോൾ ആ പുരോഗമനത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഗമനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? മൊബൈലും ഈ സോഷ്യൽ മീഡിയയും ഈ റോബോട്ടിക് ഇന്റലിജൻസ് ഒക്കെ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യനുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു. ചെന്നിങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടാലും ചില ദിവസങ്ങളിലൊന്നും കൂട്ടിമുട്ടാത്ത ഒരവസ്ഥ. പക്ഷെ ഇന്ന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, വളരെ കുറവാണ്. ഭക്ഷണം ഉണ്ടാവാം, വളരെ കുറവാണ്. ചെറിയ പണിയെടുക്കുന്നവർക്കും മാന്യമായ ശമ്പളം, അത്യാവശ്യം പണിയെടുക്കുന്നു, പൈസ തീരുന്നു വരെ സുഭിക്ഷമായി ജീവിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത പണിക്ക് പോകുന്നു. ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഭക്ഷണമല്ല ഇന്നത്തെ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം ഉം മാനസികപരമായ സന്തോഷമാണ് ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം. അതുകൊണ്ട് അവര് എന്തും ഉപേക്ഷിക്കാനും എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യാനും റെഡിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഭയപ്പെടുത്തി ജീവിക്കുന്നവരും ഒരുപാടുണ്ട്. ഈ അവസ്ഥയെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരും. ഇന്ന് നമ്മള് പഠിക്കുന്നത് നിങ്ങളുടെ ഒരു ആറാം ഇന്ദ്രിയത്തെ കുറിച്ചാണ്. 5 ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? സ്പർശിക്കാനുള്ള ഇത് കണ്ണ്, കാത്, കേൾവി, ശ്വാസം, മണത്ത് വെക്കാനുള്ളത്, അങ്ങനെയുള്ളത് ഒക്കെ നിങ്ങൾക്ക് അഞ്ചിന്ദ്രിയങ്ങളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്.
ആറാമതായിട്ടൊരു ഇന്ദ്രിയം, ആറാം ഇന്ദ്രിയം. നിങ്ങൾ മറന്നുപോയ നിങ്ങൾ മറന്നുപോയ ആറാം ഇന്ദ്രിയം ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൽ വണ്ടേഴ്സ് ആയിരിക്കും സംഭവിക്കുക. വണ്ടേഴ്സ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയും പോലെ നിങ്ങൾ ഓരോ ദിവസവും വണ്ടർലാൻഡിലായിരിക്കും ജീവിക്കുക. ആറാം ഇന്ദ്രിയം നിങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. ആറാം ഇന്ദ്രിയം ഉണർത്തുക. അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസും ഫാമിലി ഇഷ്യൂസും സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. എല്ലാം. ഞാൻ എന്റെ എന്റെ ഒരു ക്ലാസ് കേട്ടിട്ട് അത് ആ യഥാർത്ഥ ആത്മജ്ഞാനത്തിന്റെ അർത്ഥത്തോടു കൂടിയാണ് നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും എല്ലാം എല്ലാം സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു രാവിലത്തെ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും. ക്ലാസ് കൊണ്ട് നിങ്ങൾ അങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുണ്ട്, യുവർ ലൈഫ് വിൽ ബി ചേഞ്ച്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആകാശത്തിലെ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ സൂര്യനും ഒക്കെ ഒരു കുട്ടിയെ ഇപ്പോഴും ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ പ്രഭാതത്തിൽ തന്നെ ശരിക്കും നിശബ്ദമായ പ്രഭാതമാണ്. എല്ലാ ദിവസവും ഉണ്ടാകുന്നത് നിശബ്ദമായ പ്രഭാതമാണ്. കാരണം ആളുകളെല്ലാം ഉറങ്ങുന്നു, ചിലർ ഉറങ്ങി എഴുന്നേൽക്കുന്നു. അത്ര നിശബ്ദമായ പ്രഭാതത്തിൽ പക്ഷികളുടെ ചിലക്കലുകൾ, പക്ഷികളുടെ ശബ്ദം, ഏകാന്തമായ ആ നിശബ്ദതയെ ഒരുക്കുന്നത്, ഇല്ലാതാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൂരാക്കൂരിരുട്ടിൽ കൂരാക്കൂരിരുട്ടിൽ ഒരു മെഴുകുതിരി വെട്ടമോ അല്ലെങ്കിൽ ഒരു ചെറിയ വെട്ടമോ, കറണ്ട് എല്ലാം പോയി, ഒരു ചെറിയ വെളിച്ചം തെളിക്കുമ്പോൾ ഒരു ആശ്വാസം ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസം വീണ ഒരു അവസ്ഥ. അതാണ് ആശ്വാസം എന്ന് പറയുന്നത്. ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ആശ്വാസം ആശ്വാസം എന്ന് എല്ലാരും പറയും അല്ലെ? ആശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം വീണ അവസ്ഥയാണ്. ശ്വാസം നിന്ന സ്ഥലത്തുനിന്ന് ശ്വാസം വീണ അവസ്ഥ. അതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് മനുഷ്യൻ വിശുദ്ധമായ ഒരു ആറാം ഇന്ദ്രിയത്തോടെയാണ് ജനിക്കുന്നത്. അഞ്ചിന്ദ്രിയങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അറിയാൻ കഴിയും. ആറാം ഇന്ദ്രിയം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകക്കണ്ണ് തുറന്ന് നമ്മൾ ഉൾക്കാഴ്ചയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആറാം ഇന്ദ്രിയം കാണാം. സോ നമ്മളുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള, എന്റെ തന്നെ കണ്ടുപിടുത്തത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള, എന്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ സ്വീകരിച്ച അറിവുകൾ വെച്ച് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. ഈ പ്രോസസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ സോൾ പവർ ആകും, നിങ്ങളുടെ മൈൻഡ് പവർ ആകും, നിങ്ങളുടെ ആത്മാവ് പവർ ആകും. അതോടൊപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആറാം ഇന്ദ്രിയം ഉണരും എന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ രഹസ്യം എന്നാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും. ആരും എക്സിറ്റ് എന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. സ്ഥിരം തിരക്കുള്ള ആൾക്കാർക്ക്, ഒന്നോ രണ്ടു പേർക്ക് ഇന്നും തിരക്കായിരിക്കും, ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കാം, ധൃതി ഒന്നും വെക്കണ്ട കേട്ടോ. ഇപ്പോ ഈ ആറാം ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളോ മനസ്സോ, അഗാധമായ മനസ്സ്. ഞാൻ പറഞ്ഞു മനസ്സിന്റെ ഒരു 10% പോലും മനഃശാസ്ത്രജ്ഞന്മാർക്ക് പോലും പഠിക്കാൻ പറ്റിയിട്ടില്ല. അത്ര വലുതാണ് മനസ്സ്, അത്ര വലുതാണ് ആത്മാവ്, സോൾ.
ഈ ആത്മാവും മനസ്സും ശരീരവും ഒന്നുമല്ലാതെ ഓരോ മനുഷ്യനും ഒരു അത്ഭുത ബോധത്തിന്റെ ഒരു നിഗൂഢ ജ്ഞാനത്തോടെയാണ് ജനിച്ചു വീഴുന്നത്. എ മിസ്റ്റിക്കൽ സെൻസ് ഓഫ് വണ്ടർ. അതാണ് ചെറിയ കുഞ്ഞ് ഇങ്ങനെ ചുറ്റും ചുറ്റും എല്ലാം ഇങ്ങനെ നോക്കുന്നത് അത്ഭുതത്തോടുകൂടി. അത്ഭുതത്തോടുകൂടി. എ മിസ്റ്റിക്കൽ സെൻസ് ഓഫ് വണ്ടർ. അത്ഭുത ബോധത്തിന്റെ ഒരു നിഗൂഢ ജ്ഞാനം. ഈ ഈ വണ്ടർ എന്ന് പറയുന്നത് ഒരു 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 വിനോദമല്ല, ഒരു എന്റർടൈൻമെന്റ് അല്ല, ഒരു വിനോദമല്ല. അതൊരു ക്യൂരിയോസിറ്റി അല്ല, ക്യൂരിയോസിറ്റി അതല്ല, ഒരു ആകാംക്ഷയല്ല. അതാണ് നമ്മുടെ പവറിലേട്ടുള്ള, യഥാർത്ഥ നമ്മുടെ ശക്തിയിലേട്ടുള്ള ആദ്യത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആ ആറാം ഇന്ദ്രിയത്തിന്റെ കഴിവാണ്. ഫസ്റ്റ് ഓപ്പണിംഗ് ടു ഡിവൈനിറ്റി എന്ന് പറയാൻ വേണ്ടി. നമ്മുടെ സോളിന്റെ പവറിന്റെ, നമ്മുടെ മനസ്സിന്റെ പവറിന്റെ ആദ്യത്തെ തുറക്കൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവ് എപ്പോഴെങ്കിലും സാധാരണമായ ഒരു കാര്യം കണ്ടിട്ട്, അസാധാരണ അല്ല, സാധാരണ ഒരു കാര്യം കണ്ടിട്ട്, ദൈവമേ, യാ ഇലാഹി, എന്റെ ഈശ്വര, സാധാരണ കാര്യം കണ്ടിട്ട്, സാധാരണ കാര്യങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒറ്റയടിക്ക് ദൈവമേ, ഉഫ്, ഒരു സാധാരണ കാര്യത്തിൽ, ഒരു ഓർഡിനറി വിഷയത്തിൽ, യെസ്, ഓർഡിനറി വിഷയത്തിൽ നിങ്ങൾ എപ്പോഴാണോ ദൈവമേ, ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം, സാധാ കാര്യം, നിങ്ങളുടെ ശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ ആത്മാവിൽ നിന്നും സാധാരണ ഒരു കാര്യം കണ്ടിട്ട്, ഓ ദൈവമേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അത് നിങ്ങൾക്ക് പണ്ട് തോന്നിയിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് തോന്നും അങ്ങനെ എങ്ങനെയാ തോന്നുകയെന്നല്ലേ? അങ്ങനെ എങ്ങനെയാ തോന്നുക? ഒരു സാധാരണ കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന്? ഞാൻ പറഞ്ഞു വരുമ്പോ നിങ്ങളൊക്കെ ഓർമ്മ കിട്ടും. എങ്ങനെയാണ് ഒരു സാധാരണ കാര്യത്തിൽ നിങ്ങൾക്ക് ദൈവമേ, ഈശ്വര, യാ ഇലാഹി, യാ റബ്ബേ, പടച്ചോനെ എന്നൊക്കെ നിങ്ങൾ വിളിച്ചിട്ടുള്ള സമയം നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ, അങ്ങനെ ഞങ്ങൾക്ക് സാധാരണ ഒരു കാര്യം കാണുമ്പോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നേ നിങ്ങളുടെ മനസ്സ് പറയുള്ളൂ. ഈ അത്ഭുതമാണ്, അങ്ങനെ ഒരു അത്ഭുതമുണ്ട്, വണ്ടർ. ആ വണ്ടറാണ് അദൃശ്യതയിലേക്കുള്ള വാതിൽ. നിങ്ങൾ അദൃശ്യമായ കാര്യങ്ങൾ കാണാനാണ് പോണത്. അവിടെ നിന്നാണ് നിങ്ങളുടെ സൂപ്പർ പവർ നേടുക. അങ്ങനെയാണ് യഥാർത്ഥ മൈൻഡ് പവർ മനുഷ്യൻ സ്വന്തമാക്കും. യഥാർത്ഥ മൈൻഡ് പവർ മോട്ടിവേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതികളോ ഒന്നും വച്ചിട്ടില്ല. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് സീക്രട്ട്. ഇതാണ് ആ അൾട്ടിമേറ്റ് രഹസ്യം. നിങ്ങൾ ഇതിനകത്ത് പലരും കോച്ചിങ് നടത്തുന്നവരും കോച്ചേഴ്സും ട്രെയിനേഴ്സും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പൈലറ്റും എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. എനിക്കറിയാം, എല്ലാവരും ഉണ്ട്. സാധാരണക്കാരും ഉണ്ട്, സാധാരണ മനുഷ്യരും ഉണ്ട്, സാധാരണ കച്ചവടം ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്ഭുതമാണ് അദൃശ്യതയിലേക്കുള്ള വാതിൽ. നിങ്ങളുടെ മിടുക്ക്, ക്ലവർനെസ്, അത് വിൽക്കുക നിങ്ങൾ. പകരം അത്ഭുതം അല്ലെങ്കിൽ അമ്പരപ്പ് വിലക്ക് വാങ്ങും. നിങ്ങളുടെ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി, ലോജിക്ക്, ആ ബുദ്ധിശക്തി അല്ലെങ്കിൽ ക്ലവർനെസ് എന്ന് പറയുന്നത് വെറും ഒരു അഭിപ്രായം മാത്രമാണ്. അഭിപ്രായം. ശ്രദ്ധിച്ച് മനസ്സിലായിക്കോണം. അഭിപ്രായം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവൂ. വെറും അഭിപ്രായമാണ് നിങ്ങളുടെ ബുദ്ധി. അത് വിറ്റിട്ട് അതിന് പകരം അത്ഭുതം നിങ്ങൾ വിലക്ക് വാങ്ങുക. ആ അത്ഭുതം നിങ്ങളെ
ഡിവൈനിറ്റിയിലേക്ക് നയിക്കും. ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ വരും. അത് ഞാൻ വിശദീകരിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ബുദ്ധിശക്തി കൊടുത്തിട്ട് അത്ഭുതം എങ്ങനെയാ നിലയ്ക്കുക? കാരണം നിങ്ങള് എല്ലാത്തിനെയും അളക്കാനും വിശകലനം ചെയ്യാനും വേർപെടുത്താനും ഒക്കെ പഠിച്ചാണ്, മനസ്സിലാക്കി പരിശീലിപ്പിക്കുകയാണ് നിങ്ങൾ. ചെറുപ്പം മുതലേ നിങ്ങൾ മറ്റുള്ളവരെ അളക്കാനും അവരുടെ സ്നേഹത്തെ അളക്കാനും ഇവനെത്രയൊക്കെ ഉണ്ട്. ഒരു കൊച്ചിന് എന്തെങ്കിലും കൊടുത്ത് അവൻ തിരിച്ചെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, കണ്ടോ അവൻ ആരും പറയാതെ തന്നെ ആ സാധനം കൊടുത്തു, അവന് ഭയങ്കര സ്നേഹമാണ്. ഉടനെ അളക്കുവാണ്, അവിടെ നിന്ന് മുതൽ അളക്കാണ്. എന്നിട്ട് പറയാണ്, നീ സ്നേഹം കൊടുത്താൽ ആണ് തിരിച്ചു കിട്ടുക. അവിടെ നിന്ന് തൊട്ട് തുടങ്ങുവാണ് കുഞ്ഞായിരിക്കുമ്പോ മുതൽ നിങ്ങളെ അളവെടുക്കാനും വിശകലനം ചെയ്യാനും വേർപെടുത്താനും ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ആളുകളാണ്. ആ ട്രെയിനിങ് ആണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നു? അതാണ് നിങ്ങളുടെ ബുദ്ധിശക്തി. നിങ്ങൾ വിട്ടോളണത്, എറിഞ്ഞു കളഞ്ഞാണ്, ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിച്ചോളണം. ആ ബുദ്ധിശക്തി വെച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ സമാധാനം, സന്തോഷം ഉണ്ടാവും. ആ ബുദ്ധിശക്തിയാണ് എല്ലാത്തിന്റെയും കുഴപ്പം. നമ്മൾ വിചാരിക്കും എല്ലാത്തിന്റെയും നിങ്ങളെ അന്ധനാക്കിയത് ആ ബുദ്ധിശക്തിയാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാവും. നിങ്ങളെ അന്ധനാക്കിയത് ഈ ഭൂമിയിൽ നിങ്ങളെ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കണ്ട എന്ന് തീരുമാനമെടുപ്പിച്ചത് എല്ലാത്തിനെയും അളക്കാൻ നിങ്ങളെ പരിശീലിപ്പിച്ചതാണ്. മറ്റുള്ളവരെ അളക്കുക, മറ്റുള്ളവരെ മനസ്സിനെ അളക്കുക, സ്നേഹത്തെ അളക്കുക, ബന്ധങ്ങളെ അളക്കുക, വിശകലനം ചെയ്യുക. അതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അത് അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇനി പറഞ്ഞു തന്നെ തിരുത്താനൊന്നും നിൽക്കണ്ട, അങ്ങനെ തന്നെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഇതിനെ ഒന്നിനെ നോക്കുന്നില്ല. ഈ വസ്തുക്കളെയോ ഈ വ്യക്തികളെയോ ഒന്നും നോക്കുന്നില്ല. അതിലൂടെ ഞാൻ പ്രപഞ്ചത്തെ കാണും. അതിലൂടെയാണ് ഞാൻ പ്രപഞ്ചത്തെ കാണുന്നത്. അതിലൂടെ ഒരു വസ്തുവിനെ കാണുവാണെങ്കിൽ, ഒരു മരത്തിനെ കാണുവാണെങ്കിൽ, ഒരു പക്ഷിയെ കാണുവാണെങ്കിൽ, ഒരു കാറ്റടിക്കുവാണെങ്കിൽ, അതിലൂടെ ഞാൻ ഈ പ്രപഞ്ചത്തെ, യൂണിവേഴ്സിനെ കാണുന്നു. ഒരു കാഴ്ചയിലൂടെ എനിക്ക് മാർഗനിർദ്ദേശനം കാണുന്നു. മാർഗനിർദ്ദേശം, ഒരു പുതിയ പക്ഷിയെ കണ്ടാൽ, ഒരു പുതിയ മരം കണ്ടാൽ, ഒരു പുതിയ വഴി കണ്ടാൽ, ഒരു പുതിയ ആകാശം കണ്ടാൽ, അതിലൂടെ ഒരു മാർഗനിർദ്ദേശം ഞാൻ കേൾക്കുകയാണ്, ഞാൻ അറിയുകയാണ്. അതിലൂടെ ഞാൻ പ്രപഞ്ചത്തെ കാണുകയാണ്. ഒരു മരത്തിന്റെ തണലിൽ ഞാൻ സത്യത്തെ സ്പർശിക്കുക. ലോകം ഒരിക്കലും നിശബ്ദമല്ല. ലോകത്തെ ഒച്ചപ്പാടുകളുമല്ല യഥാർത്ഥ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഒച്ചപ്പാടുമല്ല. ലോകത്തിൽ ഒരു മന്ത്രമുണ്ട്, ഒരു മന്ത്രണം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നു മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നു മുതൽ നിങ്ങൾക്ക് ആ പ്രപഞ്ചത്തിന്റെ മന്ത്രണം മനസ്സിലാവും. അവിടെയാണ് നിങ്ങളുടെ സൂപ്പർ പവർ ജനിക്കുന്നത്. എങ്ങനെയാണ് ആ മന്ത്രണം കേൾക്കുന്നത്? നിങ്ങൾക്കൊരു വണ്ടറുള്ള, ഒരു അത്ഭുതപ്പെടുത്തുന്ന മനസ്സും നിശ്ചലമായ ഒരു ഹൃദയത്തിനും മാത്രമേ ആ മന്ത്രം കേൾക്കാൻ പറ്റൂ. പ്രപഞ്ചത്തിന്റെ ആ മന്ത്രണം, പ്രപഞ്ചത്തിന്റെ ആ രഹസ്യമായിട്ടുള്ള യഥാർത്ഥ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന നിങ്ങളുടെ ബുദ്ധിശക്തിയെ നിങ്ങൾ വിൽക്കണം.
ക്ലവർനെസ്, ക്ലവർനെസ്, മിടുക്ക്. ബുദ്ധിശക്തിയല്ല, മിടുക്ക്. മിടുക്കിന് ഞാൻ മിടുക്കനാണ്, ഞാൻ അതിനും മിടുക്കനാണ്, ഞാൻ ഇതിനും മിടുക്കനാണ്, ഞാൻ എല്ലാത്തിനും മിടുക്കനാണ്. അത്ര മിടുക്കനായ നിങ്ങൾക്ക് ഈ അത്ഭുതങ്ങളെ കാണാൻ കഴിയും. നിങ്ങൾക്ക് മിടുക്ക് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. മിടുക്കനും മിടുക്കിക്കും ആ മിടുക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അവർക്ക് ഈ അത്ഭുതങ്ങളെ കാണാൻ കഴിയില്ല. അപ്പൊ ആ മിടുക്കിനെ, ക്ലവർനെസ്സിനെ നിങ്ങളൊന്ന് വിൽക്കണം. ഭയങ്കര ബുദ്ധിശക്തി, അതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുള്ള. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അത്ഭുതം നഷ്ടപ്പെട്ടതെന്നറിയാവോ? ഞാൻ പറഞ്ഞു വരുമ്പോ ഈ അത്ഭുതം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവും. മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാവും. ആരോട് പറഞ്ഞാലും മനസ്സിലാവും. നിങ്ങൾ എന്നു മുതലാണോ യുക്തിയെ നിങ്ങൾ വിഗ്രഹമാക്കിയത്? യുക്തിയെ, നിങ്ങളുടെ യുക്തിയെ നിങ്ങൾ എന്നാണോ പൂജിക്കാൻ തുടങ്ങിയത്, അന്ന് നിങ്ങൾ കാവ്യാത്മകമായ നിങ്ങളുടെ ഭാവനയെ നിങ്ങൾ കുഴിച്ചു മൂടിക്കണം. മൊബൈലും ആവശ്യമില്ലാത്ത ഡെയിലി വരുന്ന അവയർനെസ്സുകളും, ഡെയിലി വരുന്ന മോട്ടിവേഷനുകളും, ഡെയിലി വരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും, ഡെയിലി വരുന്ന ആവശ്യമില്ലാത്ത ന്യൂസുകളും, ദുരന്തം പെയ്തൊഴിയുന്ന ന്യൂസുകളും എല്ലാം എല്ലാം നമ്മെ അന്ധരാക്കി. നമ്മുടെ യുക്തിയെ നമ്മൾ പൂജിക്കാൻ തുടങ്ങി. എന്നാൽ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ അത്ഭുതങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്ക് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മന്ത്രണം നിങ്ങൾ കേട്ടിരുന്നു, ഓരോ മനുഷ്യരും. അന്ന് നിങ്ങൾ മരങ്ങളോടും പുല്ലുകളോടും പുൽച്ചാടിയോടും പൂമ്പാറ്റയോടും തുമ്പികളോടും ഒക്കെ സംസാരിച്ചിരുന്നു. മേഘങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. കാറ്റിന് കേൾക്കാൻ കഴിയുമെന്നും മഴയ്ക്ക് ഒരു ഫീലിംഗ് തരാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചിരുന്നു. നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ ചെറുപ്പം. അന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു, ഈ ചന്ദ്രൻ എവിടെയാണ് ഉറങ്ങാൻ പോകുന്നത്, ഈ ആകാശം എപ്പോഴാണ് ഉറങ്ങുന്നത്, സൂര്യൻ രാത്രി എങ്ങോട്ടാണ്, എവിടെയാണ് പോയി ഉറങ്ങുന്നത് എന്നെല്ലാം ആ അത്ഭുതങ്ങളെ, വണ്ടേഴ്സിനെ നിങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. നിങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു, എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ആ അത്ഭുതങ്ങളെ കുറിച്ച് അറിയാം. പക്ഷെ പതിയെ 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 മുതിർന്നവർ അവരുടെ തിരുത്തലുമായിട്ട് എത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ആദിമ കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വീടില്ല, വീടില്ല, വാഹനങ്ങളില്ല. പക്ഷേ അവൻ നടന്നു വഴുന്ന വഴിയിൽ ഒരു മൃഗവും നിൽക്കൂല. സിംഹം ആയിക്കൊള്ളട്ടെ, കടുവ ആയിക്കൊള്ളട്ടെ, ആന ആയിക്കൊള്ളട്ടെ, മനുഷ്യൻ അല്ലാണ്ട് ഞാൻ വഴി മാറിപ്പോവും. മനുഷ്യൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, ഏതെങ്കിലും പാറയുടെ മുകളിലോ ഏതെങ്കിലും ഗുഹയുടെ സൈഡിലോ ഒക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. തൊടൂല. നമ്മൾ എന്നാണ് അവയെ പേടിക്കാൻ തുടങ്ങിയത്, അത്ഭുതം മാറി എന്നാണ് നമ്മൾ അവയെ പേടിക്കാൻ തുടങ്ങിയത്, അവരെയും നമ്മളെ പേടിക്കാൻ തുടങ്ങി. നമ്മൾ സിംഹത്തെ പേടിക്കാൻ തുടങ്ങി, സിംഹം നമ്മളെ പേടിക്കാൻ തുടങ്ങി. മനുഷ്യന്റെ പവർ കുറഞ്ഞു 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 വന്നു. ഇപ്പൊ എന്തു പറ്റി? ഇതേ മുതിർന്ന ഈ മനുഷ്യൻ, ഈ പവർ കുറഞ്ഞ മനുഷ്യന്മാര് നമ്മളോട് എന്ത് പറഞ്ഞു തന്നു? അവരറിഞ്ഞോണ്ടൊന്നുമല്ല, അവര് പഠിച്ച രീതി. അവര് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ സങ്കല്പിക്കുന്നതൊക്കെ നിർത്ത അവിടെ, നിങ്ങളുടെ അത്ഭുതമൊക്കെ അവിടെ നിൽക്കും. യെസ്. ഇപ്പൊ ഓർക്കണ്ട ദീപക് സാറൊക്കെ കണ്ടോ, അന്നത്തെ കുഞ്ഞായിരുന്നപ്പ. നിങ്ങൾ നോക്ക്, ആലോചിച്ചു നോക്ക്, നിങ്ങൾ ആ സങ്കല്പിക്കുന്നത് എന്നാണ് നിർത്തിയത്. തിരുത്തലുമായിട്ട് എത്തി. മോനെ, അങ്ങനെയല്ല, അത് കൊടുത്താലേ നിനക്ക് കിട്ടുള്ളൂ. സ്നേഹം കൊടുത്താലേ നിനക്ക് കിട്ടുള്ളൂ. നീ അധികം സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അധികം സ്നേഹം നിനക്ക് തിരിച്ചു കിട്ടും. കിട്ടാത്ത സ്ഥലത്ത് നമ്മുടെ സ്നേഹം കൊടുക്കരുത്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്. ഭർത്താവ് സ്നേഹിച്ചില്ലെങ്കിൽ നിനക്ക് വിഷമം വന്നാം, നീ അതോടുകൂടി നിന്റെ ജീവിതം തീർന്നു. ഭാര്യ സ്നേഹിച്ചില്ലെങ്കിൽ
നിന്റെ ജീവിതം തീർന്നു. ആരാണ് ഈ തിരുത്തലുമായി എത്തിയത്? ആരാണ് ഈ തിരുത്തലുമായി എത്തിയത്? നിങ്ങൾ ഇത്രയും സൂപ്പർ പവർ ആയിട്ടുള്ള ഈ മനുഷ്യന്റെ ഈ ആത്മാവിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഓരോരുത്തരും ഇങ്ങനെ തിരുത്തലായി വന്നിട്ടുണ്ടാവും. അത് തൊടല്ലേ മോനെ, അത് തൊടല്ലേ, മോളിൽ കയറല്ലേ വീഴും, താഴെ കയറല്ലേ വീഴും, താഴെ ഇറങ്ങല്ലേ, സൂക്ഷിച്ചിറങ്ങ്, സ്റ്റെപ്പേ കയറല്ലേ, നീ ഇറങ്ങല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ, സൈക്കിളിൽ കയറല്ലേ മോനെ വീഴും, മോളെ പുറത്തോട്ട് ഇറങ്ങല്ലേ, നീ പെൺപിള്ളേരാണ് പുറത്തു പോലെ ഇറങ്ങല്ലേ. ആ, ആരാണ് തിരുത്തിയത് നിങ്ങളെ? ആ തിരുത്തൽ, ആ തിരുത്തൽ. എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങൾ വളരുവാണ്, നിങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നിങ്ങൾ കുട്ടി കളിച്ചോണ്ടിരിക്കുകയാണോ? വലുതായില്ലേടാ, വലുതായില്ലേടി, ഇപ്പോഴും നിങ്ങൾ കുട്ടി കളിച്ചോണ്ടിരിക്കുകയാണോ? യാഥാർത്ഥ്യ ബോധമുള്ളവരാവണ്ടേ നിങ്ങള്. ആ യാഥാർത്ഥ്യ ബോധം എന്ന വിഗ്രഹത്തെ നിങ്ങളുടെ ഉള്ളിൽ എന്ന് പ്രതിഷ്ഠിച്ചോ, അന്ന് നിങ്ങളുടെ ഉള്ളിലെ ആത്മജ്ഞാനം നിറഞ്ഞ, അത്ഭുതം നിറഞ്ഞ ആ കുട്ടിയെ അവർ നിശബ്ദരാക്കി ജയിലിനകത്തിട്ട് പൂട്ടി. ഇനി അതിനെ പുറത്തു കൊണ്ടുവരാന്നുള്ള പണിയാണ് ഞാൻ ചെയ്തത്. നമ്മുടെ യുക്തി, എന്നിട്ട് അവരതിനെ പക്വത എന്ന് വിളിച്ചു. നിങ്ങക്ക് പക്വതയായിന്ന്. നിങ്ങൾക്ക് പക്വതയാവുകയല്ല ചെയ്തേ, നിങ്ങൾ അന്ധന്മാരായി പോവാണ് ചെയ്തത്. പക്വത പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ മതി, സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടണം, എന്തെങ്കിലും നന്മ ചെയ്താൽ അതിന് തിരിച്ച് പ്രതിഫലം കിട്ടണം, അവരെ സ്നേഹിക്കണമെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കണം. പക്ഷെ കുഞ്ഞായിരുന്നപ്പോ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എല്ലാത്തിനെയും സ്നേഹിച്ചിരുന്നു. ഒന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ, ഒന്നും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനെയും ഇഷ്ടമായിരുന്നു. കുഞ്ഞായിരുന്നപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. ഓർമ്മയുണ്ടാവും, ഒരു കണ്ണടച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി, കിട്ടും അത്. അത് ഇൻബിൽറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കുത്തിവെച്ച് തന്നാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കുത്തിവെച്ച് തന്നാണ്. നിങ്ങളുടെ പക്വത, നിങ്ങളുടെ പക്വത കൊണ്ടുപോയി വലിച്ചെറിയ പക്വത, നിങ്ങളുടെ യുക്തിബോധം എറിഞ്ഞ് ചവറ്റോട്ടയിൽ എറിഞ്ഞളാ, എറിഞ്ഞളാ യുക്തിബോധം. എന്ത് യുക്തിബോധം? മാങ്ങാത്തൊലി. എല്ലാം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പക്വതയല്ലേ, നിങ്ങൾ വളരണ്ടേ, നിങ്ങൾക്ക് ഇത് എന്ത് പക്വത? മരിച്ചു പോണ മനുഷ്യന് എന്ത് പക്വത? അവൻ ഇവിടെ ആ ഈ ആ വണ്ടേഴ്സ് അവന്റെ അവന്റെ നിത്യ വരുമാനത്തിനുള്ള ജോലികളും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ വണ്ടേഴ്സ് അനുഭവിക്കണം. വണ്ടേഴ്സ്, ക്ലവർനെസ്, മിടുക്കല്ല, മിടുക്കൻ, നീ മിടുക്ക, ആ മിടുക്കൻ, അവൻ മിടുക്കൻ, ആ ചെയ്തല്ലോ മോനെ മിടുക്കനായി, ഓ മിടുക്കൻ. ഈ കൊച്ചി മിടുക്കം വെച്ച് ജീവിക്കുകയാണ്. നമ്മൾ വലുതായിട്ട് നമ്മൾ ആ മിടുക്ക് കളഞ്ഞിട്ടില്ല, നമ്മളിപ്പം മിടുക്കനായിട്ട് നിൽക്കുക. ഇപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി വരുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഓവർ ലോജിക്, ക്രിട്ടിക്കൽ ഫിൽട്ടർ. നിങ്ങൾ സൈക്കോളജിക്കലി പല പേരുകൾ ഇട്ട് അതിനെ വിളി. സ്ട്രോങ് ക്രിട്ടിക്കൽ ഫിൽട്ടർ. സ്ട്രോങ് ക്രിട്ടിക്കൽ ഫിൽട്ടർ രൂപം കൊള്ളുന്നത് 3 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ്. 13 വയസ്സ് വരെയും 14 വയസ്സ് വരെയും എന്നൊക്കെ പറയാം. സ്ട്രോങ് ക്രിട്ടിക്കൽ ഫിൽട്ടർ. അതിനെ പല രീതിയിലും വേർതിരിച്ച ആളുണ്ട്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേർതിരിച്ച ആളുകളുണ്ട്. പല ഭാഷയിൽ, പല രീതിയിൽ. പക്ഷെ നമ്മൾ മനുഷ്യന്റെ ആദിമകാലം മുതൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതാണ് സംഭവം. അവര് മഹത്തുക്കളായ മനുഷ്യന്മാർ ആരും ഈ അത്ഭുതത്തെ ഉപേക്ഷിച്ചിട്ടില്ല അവരുടെ ജീവിതത്തില്. യേശു, അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും ആ ജീവിച്ചിരുന്നതിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ള ആള്. ആ അത്ഭുതങ്ങളെ കൂടെ കൊണ്ടുപോയി നടക്കുമായിരുന്നു. അത്ഭുതങ്ങളെ കൂടെ കൊണ്ടുപോയി നടക്കുമായിരുന്നു. കാണുന്നതിലെല്ലാം അത്ഭുതം. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ അലഞ്ഞിട്ടുണ്ട്. ഏകാന്തതയിൽ അദ്ദേഹം ഡിവൈന്റെ ശബ്ദം, പിതാവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ആ അത്ഭുതം,
ആ അത്ഭുതം മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നിട്ട് മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ പോയി ഇരുന്നിട്ടുണ്ട്. ഗുഹയില്, അതും വലിയ മലയുടെ മുകളിൽ പോയി ഒരു ഗുഹയുടെ ഉള്ളില് ഒരു മാലാക ഇറങ്ങി വരുന്നത് വരെ ആ മനസ്സിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ട്. എന്താണ് 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 അത്ഭുതം. രമണ മഹർഷി ഒരു പാറയുടെ മുകളിൽ നിശബ്ദമായി ഇരുന്നിട്ട്, നിശബ്ദമായി ഞാൻ എന്നതിന്റെ ഉറവിടം ലഭിക്കുന്നത് വരെ, ഞാൻ എന്ന അഹം അലിഞ്ഞു പോകുന്നത് വരെ, യഥാർത്ഥ ഞാൻ ഉണ്ടായി വരുന്നത് പോലെ. ഇവരാരും ഇവരാരും ഡിവൈനിറ്റിയുമായിട്ട്, പ്രപഞ്ച യൂണിവേഴ്സുമായിട്ട് വാദപ്രതിവാദം നടത്തിയിട്ടില്ല. നമ്മള് നമ്മുടെ മിടുക്കുകൊണ്ട് വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിടുക്കുകൊണ്ട് നമ്മൾ ഇവരാരും, കഴിഞ്ഞുപോയ ഒരു മഹാന്മാരും ഒരു മഹത്തുക്കളും ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചവരും എല്ലാം, എല്ലാവരും ആ അത്ഭുതങ്ങളെ കൂടെ കൊണ്ടുപോയി നടന്നവരാണ്. അത്ഭുതങ്ങളെ കൂടെ കൊണ്ടുപോയി നടന്നവരാണ്. അവരാ രഹസ്യത്തിന് കീഴടങ്ങി, അവരാ വണ്ടറിന് കീഴടങ്ങി. അവര് വാദം നടത്താൻ നിന്നില്ല, വാദിക്കാൻ നിന്നില്ല. ഇനി എങ്ങനെയാണ് നമ്മള് ആ വണ്ടറിലേക്ക് മടങ്ങുക? എങ്ങനെയാണ് മടങ്ങുക? എങ്ങനെയാണ് ആ വണ്ടറിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയുക? ഈ പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഡിവൈനിറ്റി, യൂണിവേഴ്സ്, ദൈവം, ഈശ്വരൻ, അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗത കുറയ്ക്കുക. ഫസ്റ്റ് വേഗത ഉണ്ടല്ലോ, പെട്ടെന്ന് റീൽസ്, 20 സെക്കൻഡുള്ള റീൽസ് മാറ്റി 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 വിടുന്ന വേഗത, ലൈഫിന്റെ വേഗത. നിങ്ങളുടെ ചിന്തയേക്കാൾ പതുക്കെ നിങ്ങൾ നീങ്ങുക. ചിന്തയേക്കാൾ പതുക്കെ നിങ്ങൾ നീങ്ങുക. ഇനി ഒരൊറ്റ മാർഗമുള്ളൂ. ഈ മാർഗങ്ങളേ ഉള്ളൂ. ഞാനൊരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് പറയും. ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ വണ്ടേഴ്സ് ആയിരിക്കും. ഡെയിലി ഡെയിലി അത്ഭുതങ്ങൾ, മിറാക്കിൾസ് ഇൻ യുവർ ലൈഫ്. ഞാൻ ആ മിറാക്കിൾ വിശ്വസിക്കുന്നു, ഞാൻ അത് ഫീൽ ചെയ്യുന്നു, ഞാൻ അത് അനുഭവിക്കുന്നു, അത് പകർന്നു തരും. ഇതിന് നിങ്ങൾ വലിയ ഇതൊന്നും ആവേണ്ടതില്ല. നിങ്ങൾ വലിയ സംഭവം ഒന്നും എടുക്കേണ്ടതില്ല. വളരെ സിമ്പിൾ. നിങ്ങളൊന്ന് വേഗത കുറയ്ക്കുക. പ്രപഞ്ചത്തെ അറിയണമെന്നുണ്ടെങ്കിൽ, ഡിവൈനിറ്റിയെ കേൾക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന് ശക്തി നേടണമെന്നുണ്ടെങ്കിൽ ചിന്തയേക്കാൾ പതുക്കെ നീങ്ങുക. ചിന്തയേക്കാൾ പതുക്കെ. ഇപ്പൊ നിങ്ങൾ ചിന്തയേക്കാൾ മുന്നിലാണ് നീങ്ങുന്നത്. ആ കെട്ടിയോൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയോ, കേട്ടോ അവനെ കൊല്ലണം, അവന്റെ ശരിയാക്കണം, അവനെ പെപ്പ ശരിയാക്കി. കെട്ടിയോള് തെറ്റി, അവനെ ഇന്ന് തന്നെ അവളെന്ന് ശരിയാക്കണം. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ ചിന്തയേക്കാൾ ഹൈ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതം, മിറാക്കിൾ ഒരിക്കലും സ്പീഡിൽ വരില്ല. ഒരു സ്പീഡിൽ നിങ്ങളുടെ പദ്ധതികളുടെയും പ്ലാനുകളുടെയും ഒക്കെയുള്ള ഇടവേളകളിലും നിശബ്ദതകളിലുമാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങളുടെ വലിയ പദ്ധതികളും വലിയ പ്ലാനുകളും വലിയ സംഭവങ്ങളും, അല്ലെ, വലിയ പ്ലാനുകളാണ്, വലിയ പ്ലാനുകൾ. അതിന്റെയൊക്കെ ഉള്ള വിടവുകളിലും ഇടവേളകളിലും നിശബ്ദതയിലുമാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പീഡ് കുറയ്ക്കുക. ചിന്തയേക്കാൾ പതുക്കെ, നിങ്ങളുടെ തോട്ട്സിനേക്കാൾ പതുക്കെ വേണം നിങ്ങൾ നീങ്ങാൻ. എന്തെങ്കിലും ചിന്തിക്കുമ്പോഴത്തേക്കും ചാടിക്കേറി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യരുത്. ചാടിക്കേറി നിങ്ങൾ പ്രവർത്തിക്കരുത്. രണ്ടാമതായി, നിങ്ങൾ എന്തിനേയും വ്യത്യസ്തമായിട്ട് കാണുക. വ്യത്യസ്തമായി കാണുക. വ്യത്യസ്തമായി കാണുക. ഇതെന്തിനാണ് എന്ന് ചോദിക്കരുത്. ഇത് എന്താണ് എന്റെ ആത്മാവിനോട് മന്ത്രിക്കുന്നത് എന്ന് ചോദിക്കും. ഇതെന്തിനാണ് എന്നൊരിക്കലും നിങ്ങൾ ചോദിക്കരുത്. ഇതെന്തിനാണ്, ഇതെന്തിനാണ് എന്ന് ചോദിക്കരുത്. അതെന്ത് കണ്ടാലും നിങ്ങൾ അത് എന്താണ് എന്റെ ആത്മാവിനോട് മന്ത്രിക്കുന്നത്, എന്റെ സോളിനോട് മന്ത്രിക്കുന്നത്. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ആസ്വദിച്ച് കുടിക്കുക. എന്തും നിങ്ങൾ ആസ്വദിച്ച് ഫീൽ ചെയ്യുക. ഒരു കുട്ടിയായിരുന്നപ്പോ ഓടി കളിക്കാനൊക്കെ പോയിട്ട്, കുഞ്ഞായിരിക്കുമ്പോ പുറത്തൊക്കെ പോയി അതൊക്കെ കളിച്ചിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോഴുള്ള ഫീലിംഗ് ഓർക്കണ്ടോ നിങ്ങള്? എത്ര ആസ്വദിച്ചായിരിക്കും ആ പച്ചവെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്കറിയാവോ? ഉഫ്, അതിന്റെ സ്വീറ്റ്നെസ് എന്ന് കിട്ടണ്ടോ അതൊക്കെ നിങ്ങക്ക്. ഇപ്പൊ ചുമ്മാ വലിച്ച് മടമടാന്ന് തിരക്കിന്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നില്ല. വളരെ ആസ്വദിച്ച് നിങ്ങൾ ആ കുഞ്ഞായിരുന്നപ്പോ എങ്ങനെയാണ് നിങ്ങൾ കുടിച്ചത് അതുപോലെ കുടിക്കുക. ചിത്രശലഭങ്ങളെ കാണുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം.
തുമ്പിയെ കാണുമ്പോൾ അതുപോലെ ഫീൽ ചെയ്യുക, പക്ഷികളെ കാണുമ്പോൾ അതുപോലെ ഫീൽ ചെയ്യുക. ഒരു കുട്ടി നിങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചാൽ, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു കുട്ടി ഒരു അമ്മയുടെ കയ്യിലിരിക്കുകയാണ്, അതിന് നോക്കി ഒന്ന് ചിരിച്ചാൽ അതിനെ നിങ്ങൾ ഒരു അടയാളമായിട്ട് സ്വീകരിക്കുക, ഒരു അടയാളമായി. കണ്ടോ, എന്റെ ആത്മാവിനെ കുട്ടി തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിയുക കുട്ടി. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ എവിടെ പോയാലും പിള്ളേർ എന്റെ നേരെ നോക്കും, ചെറിയ പിള്ളേർ നോക്കി ചിരിക്കും. ഞാൻ ഒന്നും ചെയ്യണ്ട, എന്റെ നേരെ നോക്കി ചിരിക്കും. ചുമ്മാ ഇങ്ങനെ നോക്കിയാൽ മതി ആ കൊച്ചിന്റെ നേരെ, അപ്പൊ തന്നെ നോക്കിയിട്ട് ചിരിക്കും. കൊച്ചിന് മനസ്സിലാവും, ചെറിയ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇനി നോക്കി നോക്ക്, ജസ്റ്റ് ഒന്ന് നോക്ക്, ഒരു കൗതുകത്തോടു കൂടി ഒന്ന് നോക്ക്. ഒരു ഒരു കുഞ്ഞി സോൾ, ഒന്നും ഈ പറയുന്ന ലിമിറ്റേഷൻസും നിങ്ങളുടേതായ ഈ മിടുക്കുകളും അങ്ങനെ വച്ചിട്ട് ആ മിടുക്കിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് നിങ്ങളുടെ വ്യക്തിത്വം, അതാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കാത്ത ഒരു കൊച്ചിനെ നോക്ക്, നിങ്ങൾ കുഞ്ഞിനെ നോക്ക്. ആ കുഞ്ഞ് നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടാവും. നിങ്ങൾ വ്യത്യസ്തമായിട്ട് കാണുക. പവിത്രമായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ മനസ്സിനോട് പവിത്രമായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. നിങ്ങൾ പവിത്രം അല്ലാത്ത ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പവിത്രമായ ചോദ്യം. ഉത്തരത്തിലല്ല അത്ഭുതം. ഉത്തരത്തിലല്ല അത്ഭുതം. അതാ ചോദ്യത്തിനകത്താണ്. ചോദ്യത്തിനകത്ത്. ഞാൻ മറന്നുപോയെന്ന് ആകാശത്തിന് എന്തറിയാം? ഈ നിമിഷത്തിലുള്ള ദൈവികമായ അറിവെന്താണ്? ഡിവൈനിറ്റി എന്താണ് എന്റെ മുമ്പിലുള്ളത്? ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ ഒരു ഡിവൈനിറ്റി ഉണ്ട്. യു ആർ സീയിങ് ദാറ്റ്, യു ആർ ഫീലിംഗ് ദാറ്റ്, യു ആർ ഹിയറിംഗ് ദാറ്റ്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഒരു ഡിവൈനിറ്റി ഉണ്ട്. ഫ്രീ ആയി വരുന്നതാണ് എല്ലാം. ആ ഡിവൈനിറ്റി അത് കോടിക്കണക്കിന് രൂപ മുടക്കിയാലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ കാണുന്നതിലും കാഴ്ചകളിലും ഒക്കെ ഉണ്ടാവും. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഉണ്ടാവും. എല്ലായിടത്തും ഉണ്ടാവും. നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചിരുന്ന, മാലാഖമാരിൽ വിശ്വസിച്ചിരുന്ന നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സിലായിട്ട് നിങ്ങൾ ആ കുട്ടിയെ ഒന്ന് പുനഃസ്ഥാപിക്കുക. ആ കുട്ടിയെ നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചിരുന്ന, അത്ഭുതമാണെന്ന് നക്ഷത്രം എന്ന് വിശ്വസിച്ചിരുന്ന, മാലാഖമാരിലും അത്ഭുതങ്ങളിലും എല്ലാം വിശ്വസിച്ചിരുന്ന ആ ചെറിയ കുട്ടി, അവന്റെ കൈയൊന്ന് നിങ്ങൾ പിടിക്കുക. അവക്കടെ കൈയൊന്ന് പിടിക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവാ. അത്ഭുതം എന്താണെന്ന് അവക്കറിയാമായിരുന്നു, അവനറിയാമായിരുന്നു. അവന് ഇപ്പോഴും നിങ്ങളെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. ഇപ്പോഴും കഴിയും. എന്ത് കണ്ടാലും എന്താണ് എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ ഈശ്വരൻ, എന്റെ ദൈവം, എന്റെ ഡിവൈനിറ്റി, എന്റെ അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ഇതിങ്ങൊന്ന് കാണിച്ചു തരുന്നത് എന്താണ് എന്നാണ് ആ കുട്ടി ചോദിച്ചുകൊണ്ടിരുന്നത്. ആ അത്ഭുതത്തെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം തുറക്കും. നിങ്ങളുടെ ഹൃദയം തുറക്കും. ആ ഹൃദയം തുറക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഡിവൈനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. ആ ഹൃദയം തുറക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ യഥാർത്ഥ മൈൻഡ് പവറിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ സുഖപ്പെടുത്താനൊന്നും നിൽക്കണ്ട കുട്ടീനെ. ഇന്നർ ഹീലിംഗ്, ചൈൽഡ് ഹീലിംഗ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ സുഖപ്പെടുത്താനൊന്നും നിൽക്കണ്ട. ആ കുട്ടി നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഈ പ്രോസസ്, നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രത്യേക രീതിയിലൊന്നും ഇരിക്കണ്ട, പത്മാസനത്തിലോ ഒന്നും ഇരിക്കണ്ട. നിങ്ങൾ സാധാരണ ഇരുന്നാൽ മതി. ഐ നോ ദാറ്റ്. എനിക്കറിയാം അത് ചെയ്യാൻ. നിങ്ങൾ പ്രത്യേക രൂപയിലോ പ്രത്യേക സൈസിലോ പ്രത്യേക ഇതിലോ ഒന്നും മുദ്രകളോ ഒന്നും പിടിക്കണ്ട. നിങ്ങൾ ഒരു കണ്ടീഷനും ഇല്ല ഇതിന്. സാധാരണ ഇരിക്കും പോലെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നിങ്ങൾ ഹീൽ ചെയ്യാൻ്റെ ഒന്നും ആവശ്യമില്ല. ഹീലിംഗ് എല്ലാം ഔട്ട്ഡേറ്റഡ്. എവറിത്തിങ് ഈസ് ഔട്ട്ഡേറ്റഡ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. ഇത് തന്നെയായിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിച്ചൊന്നുമില്ല, വർഷങ്ങൾക്ക് ഇത് കൊണ്ട് കണ്ടുപിടിച്ച. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ ആ ഫീലിംഗ് കിട്ടുന്നത്.
നിങ്ങള് ആ അത്ഭുതം, നിങ്ങളുടെ ഉള്ളിലുള്ള അത്ഭുതം ആ കുട്ടിക്കറിയായിരുന്നു. അവനറിയായിരുന്നു, അവൾക്കറിയാമായിരുന്നു. ആ അത്ഭുതം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും. ആ ഹൃദയം തുറക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവവുമായി, ഈശ്വരനുമായി, അള്ളാഹുവുമായി അടുപ്പമുള്ളതായി മാറും. അടുപ്പമുള്ളതായി മാറും. ആ ഹൃദയം തുറക്കുമ്പോൾ നിങ്ങളുടെ കീഴടങ്ങൽ, നിങ്ങൾ വിട്ടുകളയുക എന്ന് പറയുന്നല്ലോ ഞാൻ. കീഴടങ്ങുക, സറണ്ടർ എന്ന് പറയുന്നുണ്ടല്ലോ. സറണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞാനെന്ന ഭാവത്തെ സറണ്ടർ ചെയ്യാനാണ് പറഞ്ഞത്. ഞാനെന്ന ഭാവം, ആ മിടുക്കിനെ നിങ്ങൾ നേടിയ മിടുക്കുണ്ടല്ലോ, നിങ്ങളുടെ കഴിവ്, അറിവ്, ഞാൻ അത് പഠിച്ചാണ്, ഇത് പഠിച്ചാണ്, ലൈഫ് കോച്ചിങ് പഠിച്ചു, NLP പഠിച്ചു, EFT പഠിച്ചു, എനിക്ക് അതറിയാം, ഇതറിയാം, സൈക്കോളജി അറിയാം, എനിക്ക് മറ്റതറിയാം, മറിച്ചറിയാം, ഞാൻ എഞ്ചിനീയർ ആണ്, ഡോക്ടറാണ്, ഞാൻ അത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം എന്ന ആ ഭാവത്തെ മടക്കി കൂട്ടി നിങ്ങൾ പുറത്തേട്ട് വെക്കാനായി പറഞ്ഞത്. നിങ്ങൾ ആ കുട്ടിയാണെങ്കിൽ അത് വെക്കൂല. നിങ്ങൾ ആ കുഞ്ഞാണെങ്കിൽ, നിങ്ങൾ ആ കുട്ടിയാണ്, അത്ഭുതങ്ങളുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മിടുക്കിനെ പുറത്ത് വെക്കൂല. നിങ്ങൾ ആ മിടുക്കിനെ വിട്ടുകളയും. അവിടെയാണ് നിങ്ങൾ കീഴടങ്ങുന്നത്. അവിടെയാണ് ആ കീഴടങ്ങൽ നിങ്ങൾക്ക് മധുരമുള്ളതായി മാറും. മധുരമുള്ളതായി മാറും. ആ ഹൃദയം തുറക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ അത്ഭുതങ്ങളുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായി മാറും. നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായി മാറും. നിങ്ങളുടെ ഒരു ശ്വാസം, ഒരു കാറ്റ്, ഇളം കാറ്റ്, ഒരു വേദന, വിഷമം, ഒരു സന്തോഷം, ആരെങ്കിലും ഒരു വിട പറച്ചിൽ, ആരെങ്കിലും വിട പറഞ്ഞ് നമ്മൾ ഇന്ന് പോകുന്നത്, ഒരു പാട്ട്, എല്ലാം 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 നിങ്ങൾക്ക് ഒരു ഡിവൈനിന്റെ സന്ദേശവാഹകരായി മാറും. ഡിവൈനിന്റെ സന്ദേശവാഹകർ, മെസ്സഞ്ചേഴ്സ്. കാറ്റ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരും. മഴ നിങ്ങൾക്കൊരു മെസ്സേജ് തരും. ഒരു വേദന ഉണ്ടായാൽ അതും നിങ്ങൾക്കൊരു മെസ്സേജ് തരും. ഒരു വിഷമം ഉണ്ടായാൽ അതും നിങ്ങൾക്കൊരു മെസ്സേജ് തരും. ആരെങ്കിലും നമ്മളെ വേർപിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതും ഒരു മെസ്സേജ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ എ മെസ്സേജ്. എല്ലാം പ്രപഞ്ചത്തിന്റെ മെസ്സേജുകളാണ്. നിങ്ങളെ പ്രപഞ്ചത്തെ ആ വസ്തുവിനെ കാണാതെ ആ വസ്തുവിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തെ കാണുക. കുട്ടിയിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തെ കാണുക. നിങ്ങളുടെ ഭർത്താവിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തെ കാണുക. എല്ലാം ഉണ്ട് അവിടെ. എവരിത്തിങ്. അപ്പൊ ഇതെല്ലാം തിരിച്ചു വരും. ഇന്നു മുതൽ നിങ്ങൾ ഉത്തരങ്ങൾ തേടരുത്. അവബോധമാണ് ഉണ്ടത്. അവബോധം തേടുക. അവബോധം, ആത്മജ്ഞാനം. നിങ്ങളുടെ മിടുക്കിൽ നിന്നും ക്ലവർനെസ് ഉണ്ടല്ലോ. ക്ലവർനെസ്, ഞാൻ ഭയങ്കര ബുദ്ധിശക്തിയുള്ളവനാണ്, അതാണ് ഇതാണ്, എനിക്ക് ഭയങ്കര മിടുക്കാണ്. നിങ്ങൾ ആ മിടുക്കിന്ന് നിങ്ങൾ പിന്മാറുക. മിടുക്കിന്ന് എല്ലാം ശരിയാക്കാനുള്ള നിങ്ങളുടെ ഓട്ടം ഉണ്ടല്ലോ. എല്ലാം ശരിയാക്കാൻ, ഇപ്പൊ തന്നെ എന്റെ ഭർത്താവിനെ ശരിയാക്കണം, ഇപ്പൊ തന്നെ ഭാര്യയെ ശരിയാക്കണം, ഇപ്പൊ തന്നെ എന്റെ പ്രശ്നങ്ങൾ ശരിയാക്കണം. സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇറങ്ങണ്ട. നിങ്ങൾ വിട്ടുകളാത്. എല്ലാം ശരിയാക്കാനുള്ള ആവശ്യം നിങ്ങൾ മാറ്റിവെക്ക്. ഇന്നു മുതൽ നിങ്ങൾ അത്ഭുതപ്പെടുക, എല്ലാം കണ്ടിട്ട് അത്ഭുതപ്പെടുക. അത്ഭുതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല. ഒരിക്കലും ബലഹീനതയല്ല. അത്ഭുതം എന്ന് പറയുന്നത് ആരാധനയാണ്. ആരാധന, യഥാർത്ഥ ആരാധന. എല്ലാത്തിലും അത്ഭുതം. ഓ, അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് അത്ഭുതമാണ്. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്ന അറബിയില്. നിങ്ങൾ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. മുന്നിൽ കണ്ടുകൊണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? എല്ലാം അത്ഭുതമായി കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന അത്ഭുതമാണ്. മുന്നിൽ വരുന്നതെല്ലാം അത്ഭുതമാണ്. മുന്നിൽ വരുന്നതെല്ലാം ദൈവത്തിന്റെ ആ ഒരു 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 കാഴ്ചയാണ്. ഇത് മാത്രമേ നമുക്ക് ദൈവം മുന്നിലുണ്ട് എന്ന വിചാരത്തോടു കൂടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും കഴിയില്ല. എങ്ങനെ കഴിയും? ഇപ്പൊ ദൈവം മുമ്പിൽ നിൽക്കുവാന്ന് പറഞ്ഞോണ്ടാ ഞാൻ പ്രാർത്ഥിക്കണെന്നൊക്കെ പറയും. ചുമ്മാ പറഞ്ഞതാ. ആ ഡിവൈനിറ്റിയെ നിങ്ങൾ ഫീൽ ചെയ്യാതെ, അതിനെ അനുഭവിക്കാതെ, അതിനെ അറിയാതെ സങ്കല്പിക്കുക അങ്ങനെ ചുമ്മാ ജസ്റ്റ്. അപ്പോഴും മനസ്സ് പറയും, ഒന്നുമില്ല, ഫേക്കാണ്. അത് മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആ ആ ആ ചൈൽഡിനെ, ആ കുട്ടിയെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ സോൾ ഈ വണ്ടറിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മറകളെല്ലാം, നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ മറകളും, നിങ്ങളുടെ മുന്നിലും പിന്നിലും തീർത്ത മറകളെല്ലാം നേർത്തു പോകും.
നിങ്ങളുടെ അഹംഭാവം, ഞാനെന്ന ഭാവം, നിങ്ങളുടെ മിടുക്ക്, ക്ലവർനെസ് അത് മൃദുവായി പോവും, മൃദുവായി പോവും, മൃദുവായി അലിഞ്ഞു പോവും. പിന്നെ നിങ്ങൾ കാണുന്നിടത്തെല്ലാം, ഫീൽ ചെയ്യുന്നിടത്തെല്ലാം ഡിവൈനിറ്റി ആയിരിക്കും. എല്ലായിടത്തും ദൈവം പ്രത്യക്ഷപ്പെടും, എല്ലായിടത്തും. അങ്ങനെയാണ് വരം മേടിക്കുന്നത്. അങ്ങനെയാണ് വരം മേടിക്കുന്നത്. എല്ലാം എല്ലാം ഒരു എല്ലാം നമുക്കുള്ള ഒരു മെസ്സേജ് ആണ്. മെസ്സേജ് എല്ലാം മെസ്സേജസ് ആണ്. നമ്മൾ ആ മെസ്സേജസിനെ അറിയുക, അത്ഭുതത്തോടെ അതിനെ കാണുക, അത്ഭുതത്തോടെ. യെസ്, അതും ഒരു മെസ്സേജാണ്. എല്ലാം വിഷമവും സങ്കടവും സന്തോഷവും, സന്തോഷം മാത്രമല്ല മെസ്സേജ്, സന്തോഷവും സങ്കടവും വിഷമവും എല്ലാം മെസ്സേജസ് ആണ്. ആ മെസ്സേജിനെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. മെസ്സേജിനെ നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ശാന്തമായ ഒരു ഗ്രാമത്തിൽ കുന്നുകൾക്കും മലഞ്ചെരുവുകൾക്കും കാടുകൾക്കും ഇടയിലുള്ള ഒരു ഗ്രാമം. അവിടെ അമാന എന്ന് പറയുന്ന ഒരു കുട്ടി ജീവിച്ചിരുന്നു. ആ കുട്ടി മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. മറ്റു കുട്ടികളിൽ നിന്നും അവക്ക് കൂടുതൽ താല്പര്യം കളിപ്പാട്ടങ്ങളോടോ മധുരപലഹാരങ്ങളോടോ ഒന്നും ആയിരുന്നില്ല. മറ്റു കുട്ടികൾക്കും അതേപോലെ തന്നെയായിരുന്നു. പക്ഷെ മറ്റു കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളൊക്കെ മിഠായിയും മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോ അതിനകത്തേട്ട് ആകർഷരായി പോയി. ചിലർക്ക് കളിപ്പാട്ടത്തോടായി ആകർഷണം. കളിപ്പാട്ടങ്ങളോട്. ആരാണ് കളിപ്പാട്ടത്തെ നിർമ്മിച്ചത്? പല കുട്ടികളും കളിപ്പാട്ടങ്ങളും ഇതെല്ലാം ആകർഷരായി പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മാത്രം കളിപ്പാട്ടത്തിൽ ആകർഷരായില്ല. മധുര പലഹാരങ്ങളിലും മധുരം, സ്വീറ്റ്നെസ് നൽകിയിട്ട് അതിലൂടെയാണ് ലോജിക്ക് കടന്നു വരുന്നത്. നമ്മൾ നല്ല രസത്തിന് അതൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലെ? കഴിക്കണ്ടെന്നല്ല പറഞ്ഞത്. അതിലൂടെയാണ് ഫസ്റ്റ് ലോജിക്ക് കടന്നു വരുന്നത്. പകരം ഈ കുട്ടി, അമാന എന്ന് പറയുന്ന കുട്ടി, എല്ലാവരും മധുര പലഹാരങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും പുറകെ പോയപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി മരങ്ങളോട് സംസാരിച്ചു, കാറ്റുകളോട് സംസാരിച്ചു, തുമ്പികളോട് കുശലം പറഞ്ഞു, ചിത്രശലഭത്തോട് സംസാരിച്ചു. ഒരിക്കൽ അവള് വലിയൊരു മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഒരു ഇളം കാറ്റ് വന്നു. ആ കാറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റിനോട് അവൾ ചോദിച്ചു, ഞാൻ സംസാരിക്കുന്നത് നിർത്തിയാൽ നീ എവിടെ പോകും? ഉടനെ കാറ്റ് തിരികെ അവളോട് മന്ത്രിച്ചു, എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്ന സ്ഥലത്തേട്ട് ഞാൻ പോകും. എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തേട്ട് ഞാൻ പോകും. ആ ഗ്രാമത്തിലുള്ളവരെ ഈ കുട്ടീനെ കളിയാക്കാൻ തുടങ്ങി. ഭ്രാന്താണ് വെക്ക്, ഭ്രാന്താണ്. ഉം നല്ല കൗണ്ട് കയറിയിട്ടുണ്ടല്ലോന്ന്. ആളുകൾ കളിയാക്കാൻ തുടങ്ങി ഈ പെൺകുട്ടിയെ, കളിയാക്കാൻ തുടങ്ങി. അവള് നിഴലുകളോട് സംസാരിക്കുകയാണ്, നിശബ്ദതയിൽ പുഞ്ചിരിക്കുകയാണ്. ടി വി കാണുന്നതിന് പകരം അവള് ആകാശത്തെയും ഭൂമിയെയും ഭൂമിയുടെ വിശാലതയെയും അത്ഭുതങ്ങളെയും ഒക്കെ ഒരു ടി വി കാണുന്ന പോലെ ഇവള് കണ്ടോണ്ടിരിക്കുകയാണ്. ഇവക്ക് ഭ്രാന്താണ്. അവൾക്ക് പോയിരുന്ന് കുറച്ചുകൂടെ ടി വി കണ്ടൂടെ? കുറച്ചു നേരം ആ പിള്ളേരുടെ കൂടെ പോയിട്ട് ആ കൊടുത്തിരിക്കുന്ന കളിപ്പാട്ടം വെച്ച് കളിച്ചുകൂടെ? എന്തിനാണ് ഇവളിങ്ങനെ ഈ ആകാശത്തോടും കാറ്റിനോടും മേഘങ്ങളോടും ഒക്കെ സംസാരിച്ച് നടക്കുന്നത്? എല്ലാരും പറഞ്ഞു അവക്ക് ഭ്രാന്താണ്. പക്ഷെ ഒരു 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 ആത്മജ്ഞാനിയായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിന്റെ അങ്ങേ അറ്റത്ത് ആ കാടിനോട് ചേർന്ന് ജീവിച്ചിരുന്ന ഒരു ആത്മജ്ഞാനിയായ മനുഷ്യൻ. അയാള് മാത്രം അവളെ വ്യത്യസ്തമായിട്ട് കണ്ടു. അയാള് മാത്രം. അയാള് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ
അവക്ക് ഭ്രാന്തില്ല. അവൾ എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ച് നിങ്ങൾ അന്ധരായി നിങ്ങൾ അതിന് പ്രായപൂർത്തിയായി പക്വതയായി എന്ന് പറയുമ്പോഴും അവൾ നിങ്ങൾ പ്രായപൂർത്തിയായി പക്വതയായി വിവേകം വന്നു ബുദ്ധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അന്ധതയിലേക്ക് നയിച്ചപ്പോൾ അവള് മാത്രം കണ്ണു തുറന്നിരിക്കുകയാണ്. ആളുകൾക്ക് മനസ്സിലായില്ല അതെന്നാണ്. മനസ്സിലായില്ല ആൾക്കാർക്ക്. എന്താണെന്ന് മനസ്സിലായില്ല. ഒരു പെൺകുട്ടി മാത്രം ഒരു കുട്ടി മാത്രം ഒരു 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 സ്ഥലത്ത് ബാക്കി കുട്ടികളെല്ലാം കളിപ്പാട്ടങ്ങൾ കളിക്കുന്നു, മധുരപലഹാരങ്ങളുടെ പുറകെ പോകുന്നു, അതൊക്കെ കളിക്കുന്നു. ഒരു കുട്ടി മാത്രം തുമ്പികളോടും ചിത്രശലഭത്തോടും ആകാശത്തോടും കാറ്റിനോടും ഒക്കെ വർത്താനം പറഞ്ഞ് അതിലെ അത്ഭുതങ്ങൾ കണ്ട് ആ കുട്ടി ജീവിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ പക്വതയായി പ്രായമായി ഇതെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു അവനൊക്കെ പക്വതയായി, ഇവളിപ്പോഴും ഭ്രാന്താണ് അവക്ക് എന്ന് പറഞ്ഞു. ഒരു ആത്മജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞു ഇല്ല, അത് വ്യത്യസ്തമാണ്. അവൾ ഇപ്പോഴും കണ്ണ് തുറന്നു വച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അന്ധത കൊണ്ട് നിങ്ങളുടെ കണ്ണിനെ മൂടിയിരിക്കുകയാണ്. പ്രായപൂർത്തിയായി എന്ന് നിങ്ങൾ അതിനെ വിളിച്ചു. ഒരു സമയത്ത് ആ നാട്ടിൽ വലിയൊരു വേനൽ വന്നു. വലിയൊരു വേനൽ വന്നു. എല്ലാവരും മഴയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ പരിഭ്രാന്തരായി. ചിലർ സർക്കാരിനെ വരെ കുറ്റം പറഞ്ഞു. ഈ സർക്കാരിന്റെ നയങ്ങളാണ്, അവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നയങ്ങളാണ് മഴയില്ലാത്തതിന് കാരണം. ഇവരുടെ വികസനങ്ങൾ മഴയില്ലാതാക്കി. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു. നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കൊണ്ടാണ്, നിങ്ങളൊക്കെ മനുഷ്യരൊക്കെ കൊള്ളാതെയായി, മനുഷ്യരൊക്കെ പ്രവൃത്തി വൃത്തികേടായി, അതുകൊണ്ടാണ് മഴയില്ലാത്തത്. ചിലർ ആകാശത്തെ പോലും കുറ്റപ്പെടുത്തി. ഈ ആകാശം എന്തൊരു ആകാശാണ്. ഉം. ചിലരാണെങ്കിൽ പുരോഹിതന്മാരെയൊക്കെ വിളിച്ചിട്ട് പൂജ, ഒരു സൈഡിൽ ഒരു മതത്തിന്റെ പൂജ, മറ്റൊരു സൈഡിൽ മറ്റൊരു മതത്തിന്റെ പൂജ, മറ്റൊരു സൈഡിൽ മറ്റൊരു മതത്തിന്റെ നിസ്കാരം, നോമ്പ്, എല്ലാത്തിനെയും വിളിച്ചു അവര് മഴ പെയ്യിക്കാൻ വേണ്ടി. എന്നിട്ടും നടക്കല. ലാസ്റ്റ് അവര് സയൻസിലൂടെ മേഘത്തിൽ എന്തെങ്കിലും പൊടി വിതറിയൊക്കെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയിട്ട് പൊടി വിതറി മഴ പെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. ചിലർ യാഗങ്ങൾ തന്നെ നടത്തി. ചിലർ പ്രത്യേക യന്ത്രങ്ങൾ വച്ചൊക്കെ നോക്കി മഴ പെയ്യുമോ എന്നറിയാൻ വേണ്ടി. എന്നിട്ടും മഴ പെയ്യുന്നില്ല. ഭൂമി അപ്പോഴും വറ്റി വരണ്ട് ദാഹിച്ച് ഇങ്ങനെ കിടക്കുക. എന്തുകൊണ്ടാണ് ഈ വരൾച്ച എന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ആർക്കും. പക്ഷെ ആ ആത്മജ്ഞാനിയായ മനുഷ്യന്റെ അടുത്ത് ഇവർ അന്വേഷിച്ച് ചെന്നപ്പോ അവിടെ അയാളും ഉണ്ടായിരുന്നു. അയാളോടൊന്ന് ചോദിക്കാം എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തത്. അയാളോട് ചോദിക്കാന്ന് വെച്ചപ്പോ അയാൾ അവിടെ ഇല്ല. പക്ഷെ അയാള് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഈ കുട്ടീനെ എല്ലാവരും ഭ്രാന്താന്ന് വിളിച്ചപ്പോൾ ഈ കുട്ടി ഇപ്പോഴും കണ്ണു തുറന്നാണ് ഈ അമാന എന്ന് പറയുന്ന കുട്ടി നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ അയാൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ നിങ്ങൾ ഈ കുട്ടിയുടെ സഹായം തേടിക്കൊള്ളണം. ഇതെല്ലാരും അത് മറന്നുപോയായിരുന്നു ആൾക്കാർ. ആ കുട്ടീനെ മൈൻഡ് ചെയ്യുന്നില്ലോ, ഭ്രാന്തിയായ ഒരു കുട്ടിയെ ആര് മൈൻഡ് ചെയ്യാൻ. പക്ഷെ ഈ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ ഒരാൾക്ക് ഇത് ഓർമ്മയുണ്ടായിരുന്നു. അന്ന് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ പെൺകുട്ടിയുടെ അടുത്തൊന്ന് പോയി സംസാരിച്ചാലോ. അങ്ങനെ അവര് പോയിട്ട്, പെൺകുട്ടി വലുതായി, പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. എന്താണ്, മഴ പെയ്യുന്നില്ല, ഭയങ്കര ദുരന്താണ്, നീ എന്തെങ്കിലും ഐഡിയ നോക്ക് തോന്നുന്നുണ്ടോ. അവിടുത്തെ വയസ്സായ ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കുകയാണ്. അവള് ഒന്നും പറഞ്ഞില്ല. അവള് പക്ഷെ ഒരു സന്ധ്യാസമയത്ത് വരണ്ട വയലുകളുടെ നടുവിലൂടെയൊക്കെ ഒന്ന് പോയി. ചെരുപ്പൊന്നും ഇടാതെ ആ മണ്ണിന്റെ ഫീലിംഗ് അനുഭവിച്ചുകൊണ്ട് അവൾ അവിടെ പോയി നിന്നു. അവള് കണ്ണുകൾ അടച്ചു. അവള് പ്രാർത്ഥിച്ചില്ല, യാചിച്ചില്ല. മഴ എങ്ങനെയായിരുന്നു എന്ന് അവളൊന്ന് ഓർത്തു. മഴ, ആ മഴയോട് കൊഞ്ചിയതും, ആ മഴയിൽ വെള്ളം എടുത്ത് തട്ടിയതും, ആ മഴയിൽ കളിച്ചതും, വെള്ളത്തിൽ കളിച്ചതും, വെള്ളം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചതും, ആ മഴയോട് കലപില പറഞ്ഞതും, ഈ മരങ്ങളെല്ലാം ആ മഴ കൊണ്ട് തളിർത്ത് വളർന്നിരുന്നതും, ആ മരങ്ങളോട് സംസാരിച്ചിരുന്നതും, അതിൽ പക്ഷികൾ വന്നിരുന്നതും, ഒരിക്കൽ അവളോട് കാറ്റ് പറഞ്ഞതും ചെറുതായിരുന്നപ്പോൾ, എന്നോട് സംസാരിക്കാതെ വരുമ്പോൾ ഞാൻ എന്നെ സംസാരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തേട്ട് പോകുമെന്ന് അവളോട് പറഞ്ഞതും ഒക്കെ അവളൊന്ന് ഓർത്തു.
അവള് അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ആ നോർമലായ സാഹചര്യത്തിൽ, അവയല്ല അനോർമലായ സാഹചര്യത്തെ, ആ സാഹചര്യത്തെ അവൾ ആകാശത്തേട്ട് മുഖമുയർത്തിട്ട് ദൈവമേ എന്നൊന്ന് വിളിച്ചു. നോർമലായ സാഹചര്യത്തിൽ. അന്നേരം അത്ഭുതങ്ങളൊന്നുമില്ല. അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല, സാധാരണ അവസ്ഥയിൽ. ഞാനിപ്പോഴും ഈ ഭൂമിയുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നു. നിശബ്ദതയിൽ എനിക്ക് പവിത്രത തോന്നുന്നു. ഒരു കാറ്റായി പോലും നിങ്ങളുടെ ശബ്ദം, ഈ പ്രപഞ്ചത്തിന്റെ ശബ്ദം തിരിച്ചു വരട്ടെ. ആ രാത്രിയിൽ ആകാശം തുറന്നു. ഇടിമുഴക്കത്തോടെയല്ല, മൃദുവായ ഒരു കാറ്റിന്റെ മന്ത്രണം പോലെ. മറന്നുപോയൊരു താരാട്ടുപാട്ട് എല്ലാവരെയും ചുംബിച്ചു പോകുന്ന പോലെ. അതോടൊപ്പം ആദ്യത്തെ മഴത്തുള്ളി. വെള്ളപ്പൊക്കമല്ല, കൊടുങ്കാറ്റല്ല, പവിത്രമായ തുള്ളികൾ. അത്ഭുതപ്പെടുന്നവരെ സ്വർഗം പറയുന്നത് അവർ കേട്ടു. അത്ഭുതപ്പെടുന്നവരെ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. അത്ഭുതപ്പെടുന്നവരെ, വണ്ടേഴ്സ്. പിറ്റേ ദിവസം ഗ്രാമം വെള്ളം വീണ ആ മണ്ണിന്റെ ഗന്ധത്തോടു കൂടി ഉണർന്നു. കുറെ കാലമായി വെള്ളം കിട്ടാതെ ആ വെള്ളം വീഴുമ്പോഴുള്ള മണ്ണിന്റെ ആ ഗന്ധത്തോടു കൂടി ഉണർന്നു. അപ്പോഴേക്കും ആ പഴയ ആത്മജ്ഞാനിയായ മനുഷ്യൻ തിരിച്ചു വന്നിരുന്നു. അവിടെയുള്ള ആ മഴയും ഇതുമെല്ലാം കണ്ടിട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആരോ ചോദിച്ചു ആ ആത്മജ്ഞാനിയുടെ, എന്താണ് അവൾ ചെയ്തത്? എന്ത് മാജിക്ക്, എന്ത് പ്രാർത്ഥനയാണ് അവൾ പറഞ്ഞത്? ആത്മജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞു, അവൾ പ്രാർത്ഥിച്ചില്ല. അവൾക്ക് എങ്ങനെ അത്ഭുതം തോന്നണമെന്ന്, എങ്ങനെ വണ്ടർ തോന്നണമെന്ന്, ഈ ഭൂമിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് അത് തിരിച്ച് ഓർമ്മിക്കുകയാണ് അവൾ ചെയ്തത്. ഓർമ്മിക്കുകയാണ് ചെയ്തത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രാർത്ഥന. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രാർത്ഥന. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രാർത്ഥന. നിങ്ങൾ ഈ വണ്ടറിനെ മനസ്സിലാക്കുക. വണ്ടർ. വണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറാക്കിൾ മാത്രമല്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മിറാക്കിൾ. അങ്ങനെ ചിന്തിക്കരുത്. അത്ഭുതങ്ങളെ കുറിച്ചല്ല അത് വണ്ടർ. വണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ വീണ്ടും 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 അത്ഭുതമാക്കി. എന്താണോ മേക്ക് ദ വേൾഡ് ബിക്കം എ മിറാക്കിൾ അഗെയിൻ. ഓരോ ദിവസവും മിറാക്കിൾ നിറഞ്ഞതാക്കി മാറ്റുന്നത് എന്താണോ, നിങ്ങളുടെ ആത്മാവിൽ മറന്നുപോയ ആ ആരൊക്കെയോ കുത്തിവെച്ച് തന്ന യുക്തിബോധം മാത്രം നിങ്ങൾക്കുള്ളൂ ഇപ്പൊ. ആ യുക്തിബോധം മാറ്റി അത്ഭുത ബോധത്തെ നിങ്ങൾ ഉണർത്തുമ്പോൾ മരങ്ങൾ നിങ്ങളോട് സംസാരിക്കും, കാറ്റുകൾ തിരിച്ചെത്തും, മഴ കേൾക്കും. ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാത്ത, എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളെ ജുഗ്ലർ വെയിന്റെ അടുത്തുള്ള, നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദൈവം നിങ്ങളെ കാണും. ഡിവൈനിറ്റി നിങ്ങളെ കാണും. ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും സ്നേഹിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല, സ്നേഹിച്ചില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. അതൊന്നും ആയിരിക്കില്ല നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു അന്തസുറ്റ ഒരു സോളായി നിങ്ങൾ മാറും. അന്തസുറ്റ സോൾ. ഞാൻ ആത്മാഭിമാനമുള്ള ഒരു സോളാണ്. സോൾ. ഞാൻ എല്ലാത്തിനെയും സ്നേഹിക്കുന്നു, ഒരു ഉപാധികളുമില്ലാതെ. ഞാൻ എല്ലാത്തിനും ക്ഷമിച്ചു കൊടുക്കുന്നു, ഒരു ഉപാധികളുമില്ലാതെ. എവിടെയാണ് നിങ്ങളുടെ ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും? രാവിലെ എഴുന്നേറ്റ് മുതൽ ഉറങ്ങുന്നത് വരെ, ഉറക്കത്തിൽ പോലും 24 hours, 365 days, എനി ടൈം എനിവെയർ ഫോർഗിവ്നെസ്സിലും ഗ്രാറ്റിറ്റ്യൂഡിലും അൺകണ്ടീഷണൽ ലവിലുമായി നിങ്ങൾ മാറുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എന്തും കിട്ടും. എല്ലാം നിങ്ങളിലോട്ട് വരും, ചോദിക്കണ്ട. എല്ലാം നിങ്ങളിലോട്ട് വരും, നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ഓരോ രോമകൂപങ്ങളും, നിങ്ങളുടെ ഓരോ മനസ്സും യുക്തിയായിരിക്കില്ല അന്നേരം സംസാരിക്കുന്നത്. നിങ്ങളെല്ലാം വിട്ടുകൊടുക്കുന്നവരായിരിക്കും, എല്ലാം ഫോർഗീവ് ചെയ്യുന്നവർ. അൺകണ്ടീഷണൽ. അവിടെയാണ് ഈ ശക്തി, അവിടെയാണ് ഈ പവർ. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി കാണണം. ഓക്കെ. മുഴുവൻ സമയം ഇല്ലാതിരുന്ന ആളുകള് ഇതിന്റെ യൂട്യൂബ് വീഡിയോ വരുമ്പോ എടുത്ത് കാണണം കേട്ടോ. വണ്ടേഴ്സ് എന്താണെന്ന്.
അപ്പൊ നമുക്ക് പ്രോസസ്സിലായിട്ട് കിടക്കാം. ഇന്ന് ഇത്രയും നേരം നീണ്ടുപോയത് ഞായറാഴ്ചയാണ്. നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു അറിവ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. കൺഫ്യൂഷൻ പ്രോസസ്സിന് ശേഷം ക്ലിയർ ചെയ്യാം. ഓക്കെ. ഇപ്പൊ നിങ്ങളെല്ലാം വിടുക. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഒരു അത്ഭുതം നിറഞ്ഞ ഒരു കുട്ടി മാത്രമാണ്. ഓക്കെ. ജീവിതത്തിൽ അത്ഭുതം നിറഞ്ഞ ഒരു കുട്ടി മാത്രം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ. മാജിക് മൈൻഡ് ടോക്സ്, അതാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. മാജിക് മൈൻഡ് ടോക്സ് ടൈപ്പ് ചെയ്തിട്ട് കോർഡിനേറ്റേഴ്സ്. മാജിക് മൈൻഡ് ടോക്സ്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. അത് തന്നെ, മാജിക് മൈൻഡ് ടോക്സ്. അപ്പൊ നമ്മള് പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് കയറിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയി നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള 10-12 ക്ലാസ്സുകളുടെ ടോട്ടൽ 35 ക്ലാസ് ആയി. അതിൽ 12-13 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കാണുക. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സോൾ അവേക്കനിങ് പ്രോസസ്സാണ്. നിങ്ങളുടെ മനഃശക്തിയെ വർദ്ധിപ്പിക്കുന്ന, മൈൻഡിന്റെ പവറിനെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി നിങ്ങളുടെ ഞാനെന്ന ഭാവത്തെയും അഹങ്കാരത്തെയും നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ നിങ്ങൾ കെട്ടിപ്പൂട്ടി വച്ചിട്ടുള്ള ലോജിക്കിനെയും നിങ്ങളുടെ ക്ലവർനെസ്സിനെയും ഒക്കെ എടുത്തിട്ട് പുറത്തേട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് നേരത്തേട്ട്. എന്നിട്ട് വളരെ നിശബ്ദമായിട്ട് വളരെ കൂളായി ഒന്നിരിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒന്നും വരുമെന്ന് പ്രതീക്ഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട. കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. അത്രേ മാത്രമേ ഉള്ളൂ ഇതിന് കണ്ടീഷൻ. വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. നോ കണ്ടീഷൻ. നിങ്ങൾ എന്നെ ഒരു ഗുരുവായി അംഗീകരിക്കുന്നതുകൊണ്ടാണ് എന്റെ ക്ലാസ്സിൽ വരുന്നത്. ഞാനൊരു ഗുരുവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കും. അത്രയും മാത്രമേ ഉള്ളൂ. വേറെ കണ്ടീഷനൊന്നുമില്ല. നോ കണ്ടീഷൻ. ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 3 വയസ്സ് 2 വയസ്സ് മുതലോ നിങ്ങൾ നേടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ. അതാണ് നമ്മുടെ ഞാനെന്ന ഭാവം. അതാണ്, അതിലെല്ലാം ഉൾപ്പെടും. ഞാൻ സ്നേഹിച്ചാലേ തിരിച്ച് സ്നേഹം കിട്ടുള്ളൂ. അത് അങ്ങനെ എങ്ങനെയൊക്കെ ഒരുപാട് കണ്ടീഷൻസ് കാണും. ഒരുപാട് കണ്ടീഷൻസ്. ഒത്തിരി കണ്ടീഷൻസ്. എനിക്ക് ഒരുപാട് അറിവുണ്ട്. ഞാൻ എല്ലാം അറിഞ്ഞവനാണ്. എനിക്ക് പല അറിവുകളും എനിക്ക് അറിയാം. ഇതൊന്നും ഇവിടെ അതെല്ലാം നിങ്ങൾ കുറച്ച് നേരത്തേക്ക് എടുത്ത് പുറത്തു വയ്ക്കുക. നിങ്ങൾക്ക് ലൈഫിൽ അത്ഭുതങ്ങൾ ഉണ്ടാവണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം വിട്ടുകളയും. ഇല്ല, ഒന്നിനെയും നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ വിഷമങ്ങളെ നിന്നും പിടിച്ചു വെക്കരുത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പിടിച്ചു വെക്കരുത്. എല്ലാം വിട്ടുകളയാം. ഒരു 10 മിനിറ്റ് നേരത്തേട്ട് ഫ്രീ ആയിട്ടൊന്നിരിക്കും. വെറും 10 മിനിറ്റ് നേരത്തേട്ട് ഒന്ന് ഇരുന്നാൽ മതി. ഇത് നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒന്നും തകർക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒന്നും ഇത് തകർക്കുന്നില്ല. നിങ്ങളുടെ മതപരമായ വിശ്വാസങ്ങളെ ഒന്നും നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഒന്നിനെയും തൊടുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സംശയം കിടന്നു കഴിഞ്ഞാൽ ഇത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല ഈ പ്രോസസ്. അതുകൊണ്ട് തന്നെ എല്ലാം വിടുക. എല്ലാം. ഒന്നിനെയും ഹോൾഡ് ചെയ്യരുത്. ഒന്നിനെയും ഹോൾഡ് ചെയ്യരുത്. എല്ലാത്തിനെയും വിട്ടുകളയുക. വിഷമങ്ങളെയും സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും സന്താപങ്ങളെയും ഞാനെന്ന ഭാവത്തെയും അഹങ്കാരത്തെയും അസൂയയെയും കാപട്യയെയും എല്ലാത്തിനെയും ദേഷ്യത്തെയും ആരോടെങ്കിലും ഉള്ള വിരോധത്തെയും ഒക്കെ കുറച്ച് നേരത്തേട്ട് ഒരു 10 മിനിറ്റ് നേരത്തേട്ട് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. കംപ്ലീറ്റ്ലി ഈ പ്രപഞ്ചത്തിലേക്ക് അങ്ങോട്ട് വയ്ക്കുക. അങ്ങ് വിട്ടേക്കുക. ഫ്രീ ആക്കി വിട്ടേക്കുക. കണ്ണടച്ചിരിക്കുമ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളൊക്കെ വരാം. ആ ചിന്തകളെ ഒന്ന് ഓടിക്കാനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ഈ ചിന്തകളൊന്നും വരല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചോടിക്കാനൊന്നും നിൽക്കരുത്. ചിന്തകൾ വന്നോട്ടെ, എത്ര ചിന്തകൾ വേണമെങ്കിലും വന്നോട്ടെ, പോയിക്കോട്ടെ. അതിങ്ങനെ മാറി മാറി മേഘങ്ങൾ ഇങ്ങനെ മാറി പോകുന്ന പോലെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഒന്ന് നിരീക്ഷിച്ചിരുന്നാൽ മാത്രം മതി. വളരെ കൂളായിട്ടിരിക്കുക. വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മനസ്സിലുള്ള എല്ലാ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ഈ സർവ ലോകരക്ഷിതാവായ സൃഷ്ടാവിന്റെ മുമ്പിലായിട്ട് നിങ്ങൾ വെക്കുക. നിങ്ങൾ ആ ഈശ്വരന്റെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ, അള്ളാഹുവിന് മുമ്പിൽ നിങ്ങളെല്ലാം കുറച്ച് നേരത്തേട്ട് സമർപ്പിക്കുക.